ഈ കാലഘട്ടത്തിൽ ആഗോള കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളുടെ ലക്ഷ്യം എന്താണ്? ആത്മീയ നേതാവ് എന്നതിനേക്കാൾ ഉപരി ലോക നേതാവ് എന്ന നിലയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഈ ലോകം വീക്ഷിക്കുക. രാഷ്ട്രീയവും സാംസ്കാരികവും പാരിസ്ഥിതികവും സാമൂഹികവും എന്നിങ്ങനെ എല്ലാ വിഷയത്തിലും പാപ്പയുടെ വാക്കുകളെ ലോകം താല്പര്യത്തോടെ ശ്രവിക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന സ്ഥാനം ഫ്രാൻസിസ് പാപ്പ അലങ്കരിച്ചു തുടങ്ങിയ 2013 മുതൽ കത്തോലിക്ക സഭയുടെ വീക്ഷണങ്ങളെയും നിലപാടുകളെയും പ്രബോധനങ്ങളെയും ആഗോള മതേതര സമൂഹം കൂടുതൽ അടുത്തറിഞ്ഞു തുടങ്ങിയിരുന്നു. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടാണ് അനിഷേധ്യനായ ഒരു ലോക നേതാവ് എന്ന സ്ഥാനം ഈ ലോകം പാപ്പയ്ക്ക് നൽകിയത്. ഫ്രാൻസിസ് പാപ്പയുടെ ജനപ്രിയതയും മതങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള താല്പര്യം വിഷയമാക്കിക്കൊണ്ടുള്ള ഒട്ടനവധി പഠനങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നടന്നു കഴിഞ്ഞു. അതിലേറ്റവും ഒടുവിൽ നടന്നത് ഇറ്റലിയിലെ ഡെമാപോളിസ് നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറ്റാലിയൻ സമൂഹത്തിനിടയിൽ നടത്തിയ സർവേയാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ അവരിൽ 76% പേരും ഇറ്റലിയിലെ ഏറ്റവും വിശ്വസ്തയുള്ള വ്യക്തിത്വമായി പോപ്പ് ഫ്രാൻസിസിനെയാണ് തിരഞ്ഞെടുക്കുക. 2025 ജനുവരിയിൽ നടന്ന പ്രസ്തുത സർവേയിൽ പങ്കെടുത്തവരിൽ 72% കത്തോലിക്ക സഭാംഗങ്ങളാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അമേരിക്ക ആസ്ഥാനമായുള്ള പ്യൂ റിസർച്ച് സെന്ററാണ് ഒരുപക്ഷെ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് ഏറ്റവും അധികം പഠനങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്. 2014 മുതൽ പല വർഷങ്ങളായി വിവിധ തലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അവർ സർവേകൾ നടത്തിയിരുന്നു. 2014 പ്യൂ റിസർച്ച് സെന്റർ 43 രാജ്യങ്ങളിലായി നടത്തിയ സർവേയുടെ ഫലമനുസരിച്ച് അതിൽ 28 രാജ്യങ്ങളും പാപ്പയുടെ വീക്ഷണങ്ങളോടും നിലപാടുകളോടും അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു. 2024 നടന്ന ഒരു സർവേയിൽ അമേരിക്കൻ കത്തോലിക്കരിൽ 75% പേരും പാപ്പയ്ക്കൊപ്പം നിലകൊണ്ടു. അമേരിക്കയിലെ അകത്തോലിക്ക വിഭാഗങ്ങളിലും 50%-ലേറെ പേർ പാപ്പയുടെ വീക്ഷണങ്ങളോടും നിലപാടുകളോടും യോജിക്കുന്നു. പാപ്പയുടെ സ്വന്തം രാജ്യമായ അർജന്റീനയിലെ ജനങ്ങളിൽ 64%, മെക്സിക്കോയിലും ബ്രസീലിലും 68% ജനങ്ങളും ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകൾക്കൊപ്പം നിലകൊള്ളുന്നു. മതരാഷ്ട്രീയ ഭേദമില്ലാതെ ഫ്രാൻസിസ് പാപ്പയെ ആദരപൂർവ്വം കാണുകയും അദ്ദേഹത്തിന്റെ വാക്കുകളെ അത്യന്തം വിലമതിക്കുകയും ചെയ്യുന്നവരാണ് കേരളത്തിലെ ജനങ്ങളിൽ ഏറിയ പങ്കും. ലോകമെമ്പാടും എന്നതുപോലെ തന്നെ കേരളത്തിലെ കത്തോലിക്ക സമൂഹവും വിശിഷ്യ കത്തോലിക്ക യുവജനങ്ങളും പാപ്പയുടെ നേതൃത്വത്തെയും വാക്കുകളെയും സ്നേഹ ആദരവുകളോടെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ചില പ്രത്യേക ആശയ പ്രചാരണങ്ങളുടെ ഭാഗമായ ഒരു വിഭാഗം പേർ ഫ്രാൻസിസ് പാപ്പയുടെ നേതൃത്വത്തെയും നിലപാടുകളെയും അത്യന്തം വിമർശന ബുദ്ധിയോടെ സമീപിക്കുകയും കുപ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് സമീപകാലങ്ങളിലായി ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു. കത്തോലിക്ക സഭയും സഭാ നേതൃത്വത്തെയും മോശമായി ചിത്രീകരിക്കുവാനും സമൂഹത്തിൽ അബദ്ധധാരണകൾ സൃഷ്ടിക്കുവാനും തുനിഞ്ഞിറങ്ങിയ ചിലർ തികച്ചും വാസ്തവവിരുദ്ധമായ വാദഗതികളുമായി രംഗത്തെത്തുന്നുണ്ട്. തെഹൽക്കയുടെ മുൻ റിപ്പോർട്ടർ മാത്യു സാമുവൽ തന്റെ ഒരു വീഡിയോയിൽ പ്യൂ റിസർച്ച് സെന്റർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിലുള്ള ഏറ്റവും വെറുക്കപ്പെട്ട പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ എന്ന് റിസർച്ച് നടത്തി വെളിപ്പെടുത്തിയെന്നാണ് വാദിക്കുക. പാരീസിലെ നോട്ടർഡാം കത്തീഡ്രൽ പുനർനിർമ്മാണം പൂർത്തിയാക്കി വീണ്ടും തുറക്കുന്ന ചടങ്ങിലേക്കുള്ള ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ക്ഷണം ഫ്രാൻസിസ് പാപ്പ തിരസ്കരിച്ചതിന്റെ കാരണമായി മാത്യു സാമുവൽ പറയുന്നത് മറ്റൊരു വലിയ അവാസ്തവമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുസ്ലിം വിരോധിയായതിനാൽ താൻ അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിക്കില്ലെന്ന് പാപ്പ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാണ് മാത്യു സാമുവലിന്റെ വാദം. അതോടുകൂടി ഫ്രഞ്ച് മെത്രാന്മാർ മുഴുവൻ ഫ്രാൻസിസ് പാപ്പയ്ക്കെതിരായെന്നും ഒരിക്കലും ഈ പാപ്പയെ ഫ്രാൻസിലേക്ക് കയറ്റില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം പറയുന്നു. സ്വന്തം രാജ്യമായ അർജന്റീനയിലേക്ക് അവിടുത്തെ പ്രസിഡന്റും ബിഷപ്പ്മാരും ഫ്രാൻസിസ് പാപ്പയെ കയറ്റുകയില്ലെന്നും ബെൽജിയത്തിലെ ലുവൻ യൂണിവേഴ്സിറ്റിയിൽ ഫ്രാൻസിസ് പാപ്പ സ്ത്രീവിരുദ്ധത സംസാരിച്ചെന്നും മാത്യു സാമുവൽ പറഞ്ഞു വെക്കുന്നു. ലോകത്തിലെ മുഴുവൻ കത്തോലിക്കർക്കും പ്രാദേശിക സഭാ നേതൃത്വങ്ങൾക്കും പോപ്പ് ഫ്രാൻസിസ് അനഭിമതനായെന്നും ആരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ലെന്നുമാണ് മാത്യു സാമുവൽ തന്റെ വീഡിയോയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ മെത്രന്മാരും പാപ്പി അനുസരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വാസ്തവത്തിൽ ഒരു മാധ്യമപ്രവർത്തന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് മാത്യു സാമുവൽ പറഞ്ഞു വെക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ഒരു സർവേയിൽ മാത്യു സാമുവൽ അവകാശപ്പെട്ടതുപോലെ ഒരു നിരീക്ഷണം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, മേൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നടന്ന പഠനങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ വലിയ ജനപ്രീതി ഇപ്പോഴും നിലനിർത്തുകയാണ്. നോട്ടർഡാം കത്തീഡ്രൽ സംബന്ധിച്ച ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്ന ഡിസംബർ 8-ന് പരിശുദ്ധ മാതാവിന്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് പരമ്പരാഗതമായി മാർപ്പാപ്പ റോമിലെ ആരാധനാ ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നതിനാലും ആ ദിവസങ്ങളിൽ റോമിൽ മാർപ്പാപ്പ മറ്റ് തിരക്കുകളിലായിരുന്നതിനാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ മറ്റ് ചില വിദേശയാത്രകൾ തീരുമാനിച്ചിരുന്നതിനാലുമാണ് പാപ്പ പാരീസ് യാത്ര ഒഴിവാക്കിയതെന്ന് നിരവധി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പാപ്പയുടെ ഭാഗത്തു നിന്ന് മാത്യു സാമുവൽ ആരോപിച്ചതുപോലെ ഒരു പ്രതികരണമോ ആ വിധത്തിൽ ഏതെങ്കിലും ഒരു ന്യൂസ് റിപ്പോർട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല.
അർജന്റീനയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഷം മാത്രം പിന്നിട്ടിരിക്കുന്ന ജാവിർ മിലി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ച അർജന്റീനയും വത്തിക്കാനുമായുള്ള നയതന്ത്ര ബന്ധം വർദ്ധിപ്പിക്കുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നു. സ്ത്രീത്വം ജീവദായകമായ ആത്മാർത്ഥതയെയും പരിപാലനയെയും ഫലദായകത്തെയുമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നതിനാൽ സമൂഹത്തിൽ പുരുഷനേക്കാൾ പ്രാധാന്യം സ്ത്രീക്കാണ് എന്നായിരുന്നു ലുവൻ യൂണിവേഴ്സിറ്റിയിൽ ഫ്രാൻസിസ് പാപ്പ പ്രസംഗിച്ചത്. അതേസമയം ഈ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷനാകാൻ ശ്രമം നടത്തുന്നത് ദൗർഭാഗ്യകരമാണെന്നും സ്ത്രീ എന്നാൽ സ്ത്രീ തന്നെയാണെന്നും പാപ്പ പറയുകയുണ്ടായി. സ്ത്രീത്വത്തിന്റെ മഹത്വത്തെ ഊന്നിപ്പറഞ്ഞ പാപ്പയുടെ വാക്കുകളാണ് മാത്യു സാമുവൽ സ്ത്രീ വിരുദ്ധതയായി വ്യാഖ്യാനിച്ചത്. കത്തോലിക്ക സഭയ്ക്കെതിരായി നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ചില സമൂഹ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ പതിവാക്കിയിരിക്കുന്നു. മാർപ്പാപ്പയ്ക്കെതിരെ മാത്രമല്ല സഭാ പ്രബോധനങ്ങൾക്കും കേരള കത്തോലിക്ക സഭ നേതൃത്വത്തിനും മെത്രാൻ സമിതിക്കും എതിരായുള്ള അവാസ്തവങ്ങളും വ്യാജ പ്രചരണങ്ങളും നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. അന്ധമായ മുസ്ലിം വിരുദ്ധത, ദേശീയവാദത്തിന്റെ അതിപ്രസരം, ക്രൈസ്തവ വിരുദ്ധത എന്നിങ്ങനെ തീവ്ര ഹിന്ദുത്വവാദികളായ ചില സാമൂഹ മാധ്യമ പ്രവർത്തകരുടെ സ്ഥിരം ശൈലിയായി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സമീപകാലങ്ങളായി സംഘപരിവാർ ആഭിമുഖ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് സ്വീകാര്യമായ അവതരണ ശൈലിയാണിത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സഭാ നേതൃത്വത്തിൽ നിന്ന് അകറ്റുക എന്നത് ചില തൽപരകക്ഷികളുടെ കാലങ്ങളായുള്ള ആവശ്യവുമാണ്. അതിനായി ഇത്തരക്കാർ സ്വീകരിച്ചു വരുന്ന കുതന്ത്രം ഇത്തരം വ്യാജ പ്രചരണങ്ങളാണ്. ഇടയനെ അടിച്ച ആടുകളെ ചിതറിക്കുക എന്ന പ്രാചീന തന്ത്രമാണിത്. ദൗർഭാഗ്യവശാൽ ചിലരെങ്കിലും ഇത്തരം കുപ്രചരണങ്ങൾ വിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നു. വിശ്വസനീയം എന്ന് തോന്നുമാറ് തികഞ്ഞ അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇത്തരക്കാർക്കെതിരെ ജാഗ്രത പുലർത്തണം. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പയുടെ ചില പരാമർശങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയും ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചും തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന പ്രവണത ഏറെ കാലമായുണ്ട്. ആഗോളതലത്തിൽ തന്നെ ചില സ്ഥാപിത താല്പര്യക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. കത്തോലിക്ക സഭയുടെ മാറ്റമില്ലാത്ത സാമൂഹ്യ ധാർമ്മിക പ്രബോധനങ്ങളോടുള്ള അസഹിഷ്ണുതയും പാപ്പയുടെ നിലപാടുകൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയോടുള്ള അതൃപ്തിയുമായിരിക്കണം ഇത്തരം പ്രവണതകൾക്ക് പിന്നിൽ. ഇങ്ങനെയുള്ള ഗൂഢനീക്കങ്ങൾ തിരിച്ചറിയുകയും അത്തരക്കാരെ അകറ്റി നിർത്തുകയും ചെയ്യുക ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം.